قالوا تالله لقد آثرك الله علينا وإن كنا لخاطئين. അവർ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, അല്ലാഹു അങ്ങയെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ പാപികൾ തന്നെയായിരുന്നു. قال لا تثريب عليكم اليوم يغفر الله لكم وهو أرحم الراحمين. അദ്ദേഹം പ്രസ്താവിച്ചു, ഇന്ന് നിങ്ങളുടെ പേരിൽ പ്രതികാര നടപടിയൊന്നുമില്ല. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമാറാകട്ടെ. അവൻ ഏറ്റവും വലിയ കരുണാവാരിധിയല്ലോ. اذهبوا بقميصي هذا فألقوه على وجه أبي يأت بصيرا وأتوني بأهلكم أجمعين. നിങ്ങൾ എന്റെ ഈ കുപ്പായവുമായി പോകുവിൻ, അത് എന്റെ പിതാവിന്റെ മുഖത്തിട്ടു കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടും. നിങ്ങളുടെ കുടുംബങ്ങളെ മുഴുവനായും എന്റെ അടുക്കിലേക്ക് കൊണ്ടുപോരുവിൻ. ولما فصلت العير قال أبوهم إني لأجد ريح يوسف لولا أن تفندون. ഈ യാത്രാസംഘം മിസ്ർ വിട്ടപ്പോൾ കൻആനിലുള്ള അവരുടെ പിതാവ് പറഞ്ഞു, നിങ്ങൾ എന്നെ പ്രായാധിക്യത്താൽ ബുദ്ധി നശിച്ചവനെന്ന് ആക്ഷേപിക്കുകയില്ലെങ്കിൽ ഞാൻ പറയട്ടെ, യൂസുഫിന്റെ സുഗന്ധം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രവാചകന്മാരുടെ അസാധാരണമായ ശക്തിവിശേഷം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. യാത്രാസംഘം യൂസുഫിന്റെ അങ്കിയുമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിട്ടേയുള്ളൂ. അപ്പോഴേക്കും 100 കണക്കിന് മൈലുകൾക്കപ്പുറം യാക്കൂബ് നബി അതിന്റെ വാസന അനുഭവിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഗ്രഹിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ ഈ ശക്തിവിശേഷം ജന്മസിദ്ധമല്ല, അള്ളാഹുവിൽ നിന്ന് ചിലപ്പോൾ ലഭിക്കുന്ന ഔദാര്യമാണ്. അള്ളാഹു എപ്പോൾ എത്രത്തോളം ഉദ്ദേശിക്കുന്നുവോ അത്രമാത്രമേ അതവർക്ക് അനുഭവിക്കാനാവൂ. യൂസുഫ് നബി അലൈഹിസ്സലാം വർഷങ്ങൾ തന്നെ ഈജിപ്തിലുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന്റെ സുഗന്ധം യാക്കൂബ് നബിക്ക് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ മാത്രമാണ് പൊടുന്നനെ ശക്തമായ ഘ്രാണശക്തി കൊണ്ട് യൂസുഫിന്റെ അങ്കി ഈജിപ്ത് വിട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. ഇവിടെ കൗതുകകരമായ മറ്റൊരു കാര്യം കൂടി അനുസ്മരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് യാക്കൂബ് നബിയെ പ്രവാചകത്വ നിലപാടോടുകൂടി അവതരിപ്പിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് ഇസ്രായേലർ അദ്ദേഹത്തെ ഒരു സാധാരണ അറബിയുടെ വർണ്ണം നൽകിയാണ് അവതരിപ്പിക്കുന്നത്. മക്കൾ വന്ന് സന്തോഷവാർത്ത അറിയിച്ചപ്പോഴുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ ബൈബിൾ ഉൽപ്പത്തി 45 അധ്യായം 25 മുതൽ 27 വരെ വചനങ്ങളിൽ വിവരിക്കുന്നത് കേൾക്കുക. അങ്ങനെ അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കനാനിൽ പിതാവിന്റെ അടുക്കൽ മടങ്ങിയെത്തി. യോസേഫ് ജീവിച്ചിരിക്കുന്നു, അവൻ ഈജിപ്തിന്റെ അധികാരിയാണ് എന്ന് അവർ യാക്കോബിനെ അറിയിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി. അയാൾ അത് വിശ്വസിച്ചില്ല. തന്നെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകാൻ യോസേഫ് അയച്ച വണ്ടി കണ്ടപ്പോൾ യാക്കോബ് ഉന്മേഷവാനായി. قالوا تالله إنك لفي ضلالك القديم. വീട്ടുകാർ പറഞ്ഞു, അല്ലാഹുവാണ്, അങ്ങ് ഇപ്പോഴും ആ പഴയ ബുദ്ധിഭ്രമത്തിൽ തന്നെ. യൂസുഫ് നബി ഒഴികെ കുടുംബത്തിൽ മറ്റാരും തന്നെ യാക്കൂബിന്റെ യഥാർത്ഥ സ്ഥാനം മനസ്സിലാക്കിയിരുന്നില്ലെന്ന് ഇതിൽ നിന്ന് ഗ്രഹിക്കാം. യാക്കൂബ് നബി തന്നെയും അവരുടെ അധസ്ഥിതിയിൽ ദുഃഖിതനായിരുന്നു. വീട്ടിലെ വിളക്കിന്റെ പ്രകാശം പുറത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ വീട്ടുകാർ അന്ധകാരത്തിൽ തന്നെ. അവരുടെ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന് ഒരു പൊട്ടിയ കലത്തിൽ കവിഞ്ഞ വിലയില്ല. ചരിത്രത്തിൽ വളരെയേറെ മഹാന്മാർ പ്രകൃതിയുടെ ഈ ക്രൂര വിനോദത്തിന് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. فلما أن جاء البشير ألقاه على وجهه فارتد بصيرا قال ألم أقل لكم إني أعلم من الله ما لا تعلمون. പിന്നീട് സുവിശേഷവാഹകൻ എത്തിച്ചേർന്നപ്പോൾ അയാൾ യൂസുഫിന്റെ കുപ്പായം യാക്കൂബിന്റെ മുഖത്തിട്ടുകൊടുത്തു. ഉടനെ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലയോ, നിങ്ങൾ അറിയാത്ത ചിലതൊക്കെ ഞാൻ അല്ലാഹുവിങ്കൽ നിന്ന് അറിയുന്നുണ്ടെന്ന്. قالوا يا
أبانا استغفر لنا ذنوبنا إنا كنا خاطئين. അവരെല്ലാം പറഞ്ഞു, പിതാവേ, അങ്ങ് ഞങ്ങളുടെ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. സത്യത്തിൽ ഞങ്ങൾ പാപികളായിരുന്നു. قال سوف أستغفر لكم ربي إنه هو الغفور الرحيم. അദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് പൊറുക്കാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാം. തീർച്ചയായും അവനേറെ മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു. فلما دخلوا على يوسف آوى إليه أبويه وقال ادخلوا مصر إن شاء الله آمنين. അനന്തരം ഈ ജനം യൂസുഫിന്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹം മാതാപിതാക്കളെ തന്നോടൊപ്പം ഉപവിഷ്ടരാക്കി. സ്വഗോത്രത്തോടായി പറഞ്ഞു, വരുവിൻ, ഇനി ഈ നഗരത്തിൽ പാർക്കുവിൻ. അല്ലാഹു ഇച്ഛിച്ചെങ്കിൽ നിങ്ങൾക്കിവിടെ സ്വൈര്യമായും സുരക്ഷിതമായും കഴിയാം. ബൈബിളിലെ വിവരണമനുസരിച്ച് ഈ അവസരത്തിൽ ഈജിപ്തിലേക്ക് വന്ന യാക്കൂബ് കുടുംബത്തിൽ 67 പേരാണ് ഉണ്ടായിരുന്നത്. കുടുംബത്തിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്ന മറ്റു കുടുംബങ്ങളിലെ പെൺകുട്ടികൾ ഇതിൽ ഉൾപ്പെടുകയില്ല. 130 വയസ്സായിരുന്നു അന്ന് യാക്കൂബ് നബിക്ക്. പിന്നീട് ഈജിപ്തിൽ 17 വർഷം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നു. ഇവിടെ ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ മനസ്സിൽ സ്വാഭാവികമായും ഇങ്ങനെയൊരു സംശയം ഉദിക്കാം. ഇസ്രായേല്യർ ഈജിപ്തിൽ വരുമ്പോൾ യൂസുഫ് അടക്കം അവരുടെ എണ്ണം 68 മാത്രമായിരുന്നു. പിന്നീട് ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷം അവർ ഈജിപ്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ലക്ഷക്കണക്കായിരുന്നു അംഗസംഖ്യ. ബൈബിളിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പുറപ്പാടിന്റെ അടുത്ത വർഷത്തിൽ മൂസാ നബി സീന അർദ്ധദ്വീപിൽ വെച്ച് അവരുടെ കണക്കെടുത്തപ്പോൾ യുദ്ധം ചെയ്യാൻ കേൾപ്പുള്ളവർ മാത്രം 6,3550 പേരുണ്ടായിരുന്നു. സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും എല്ലാം കൂട്ടിയാൽ അവരന്ന് ചുരുങ്ങിയത് 20 ലക്ഷമുണ്ടായിരിക്കുമെന്നർത്ഥം. കേവലം 500 വർഷം കൊണ്ട് ഏതെങ്കിലും കണക്കനുസരിച്ച് 68 ആളുകൾക്ക് ഇത്രയധികം സന്താനങ്ങൾ ഉണ്ടാവുമോ? ഈജിപ്തിൽ അന്നുണ്ടായിരുന്ന ഒട്ടാകെ ജനസംഖ്യ 2 കോടിയാണെന്ന് സങ്കല്പിക്കുക. യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ അധികമാണിത്. എങ്കിൽ ഇസ്രായേലർ മാത്രം അവരുടെ 10% ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കുടുംബം കേവലം വംശവർദ്ധനവിലൂടെ ഇത്രയും വലുതാകുമോ? ഈ ചോദ്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ സുപ്രധാനമായ ഒരു വസ്തുത സ്വയം വെളിപ്പെടും. 500 വർഷം കൊണ്ട് ഒരു കുടുംബം ഇത്രയും വലുതാവുകയില്ലെന്ന് വ്യക്തം. പക്ഷേ ബനു ഇസ്രായേൽ പ്രവാചകന്മാരുടെ സന്തതികളാണ്. അവരുടെ നേതാവായിരുന്ന യൂസുഫ് തന്നെയും ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന് ശേഷം 4-5 നൂറ്റാണ്ടോളം അവരുടെ കൈകളിൽ നിക്ഷിപ്തമായിരുന്നു ഈജിപ്തിന്റെ പരമാധികാരം. ഈ കാലയളവിൽ അവർ ഈജിപ്തിൽ നന്നായി ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ടുണ്ടായിരിക്കാമെന്ന് തീർച്ചയാണ്. ഈജിപ്തുകാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ സംസ്കാര നാഗരികതകളിലും മുഴുവൻ ജീവിത മാർഗങ്ങളിലും അമുസ്ലിങ്ങളായ ഈജിപ്തുകാരിൽ നിന്ന് തികച്ചും ഭിന്നരായിരുന്നു. പൂർണ്ണമായും ഇസ്രായേലി വർണ്ണമായിരിക്കണം അവരും സ്വീകരിച്ചിട്ടുണ്ടാവുക. ഇന്ത്യയിൽ ചില ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ മുഴുവനായി വിദേശികളായി മുദ്രകുത്തിയ പോലെ ഈജിപ്തുകാർ ഇവരെയും വിദേശികളായി ഗണിച്ചിരിക്കാം. അറബികളല്ലാത്ത മുസ്ലിങ്ങളെപ്പറ്റി ഇന്ന് മുഹമ്മദൻസ് എന്ന പദം പ്രചാരത്തിൽ വന്ന പോലെ ഈ വിശ്വാസികളായ ഈജിപ്തുകാരെയും ബനു ഇസ്രായേൽ എന്ന പേരിൽ വിളിച്ചു വന്നിരിക്കാം. അതോടൊപ്പം അവർ സ്വയം തന്നെയും മത സാംസ്കാരിക രംഗങ്ങളിലും വിവാഹം പോലെയുള്ള മറ്റു ബന്ധങ്ങളിലും ഈജിപ്തിലെ അമുസ്ലിങ്ങളിൽ നിന്ന് തികച്ചും അകന്നു നിൽക്കുകയും ബനു ഇസ്രായേലുമായി മാത്രം ബന്ധപ്പെടുകയും ചെയ്തിരിക്കാം. പിന്നീട് ഈജിപ്തിൽ ദേശീയതയുടെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ ബനു ഇസ്രായേലിനൊപ്പം ഈജിപ്തിലെ മുസ്ലിങ്ങളും കയ്യേറ്റങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഇസ്രായേലിയർ ഈജിപ്ത് വിട്ടുപോയപ്പോൾ ഈജിപ്തിലെ മുസ്ലിങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതിനാൽ ഇവരെയെല്ലാം ഒന്നിച്ച് ഇസ്രായേലിയർ എന്ന പേരിൽ എണ്ണാൻ തുടങ്ങി. നമ്മുടെ ഈ അനുമാനത്തെ ശക്തിപ്പെടുത്തുന്ന വളരെയധികം സൂചനകൾ ബൈബിളിലുണ്ട്. ഉദാഹരണമായി ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന അവസ്ഥ വിവരിച്ചുകൊണ്ട് ബൈബിളിന്റെ കർത്താവ് പുറപ്പാട് 12-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നു, പല തരക്കാർ കൂടിക്കലർന്ന വലിയൊരു ജനക്കൂട്ടവും അവരോടൊപ്പം പോയി. അതേപോലെ സംഖ്യാപുസ്തകത്തിൽ പറയുന്നു, അപ്പോഴേക്കും അവരുടെ കൂടെയുണ്ടായിരുന്ന നീച പലിശയ്ക്ക് കൊതിപെരുത്തു. ഇസ്രായേൽക്കാരും നിലവിളിച്ചു പറഞ്ഞു. പിന്നീട് ക്രമത്തിൽ ഇസ്രായേലരല്ലാത്ത ഈ മുസ്ലിങ്ങളെ വിദേശി, പരദേശി എന്നിങ്ങനെയുള്ള സാങ്കേതിക നാമങ്ങളിൽ വിളിക്കാൻ തുടങ്ങിയിരുന്നു. തൗറാത്തിൽ മൂസാ നബിക്ക് നൽകിയ കൽപ്പനകളിൽ ഇങ്ങനെ കാണാം:
നിങ്ങൾക്കും നിങ്ങളോടൊത്തു വസിക്കുന്ന പരദേശിക്കും ഒരേ ചട്ടമായിരിക്കും. നിങ്ങളുടെ തലമുറകൾക്കെല്ലാം നിത്യം ബാധകമായ ചട്ടം. കർത്താവിന്റെ സന്നിധിയിൽ പ്രവാസിയും നിങ്ങളെപ്പോലെ തന്നെ. നിങ്ങൾക്കും നിങ്ങളോടൊപ്പം വസിക്കുന്ന പരദേശിക്കും ഒരേ നിയമവും ഒരേ ചട്ടവുമാകുന്നു. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നു, അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്യുന്നവൻ സ്വദേശിയായാലും പരദേശിയായാലും കർത്താവിനെ നിന്ദിക്കുന്നു. അയാൾ സ്വജനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടണം. ആവർത്തനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് ആജ്ഞാപിച്ചു, നിങ്ങളുടെ സഹോദരന്മാർ തമ്മിലുള്ള വ്യവഹാരങ്ങൾ കേൾക്കുക. ഒരാൾക്ക് തന്റെ സഹോദരനുമായോ സഹവാസിയായ പരദേശിയുമായോ ഉള്ള വ്യവഹാരങ്ങളിൽ നീതിപൂർവം തീർപ്പ് കൽപ്പിക്കുക. ബൈബിളിന്റെ വിവർത്തകർ പരദേശികൾ എന്ന് ഭാഷാന്തരം ചെയ്തതിന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് പ്രയോഗിച്ചിരുന്നതെന്ന് ഇന്ന് മനസ്സിലാക്കാൻ മാർഗമില്ല. തൽമൂദിന്റെ വിവരണമനുസരിച്ച് യാക്കൂബ് നബിയുടെ ആഗമന വാർത്ത അറിഞ്ഞപ്പോൾ യൂസഫ് നബി രാഷ്ട്രത്തിലെ പ്രമുഖ നേതാക്കളെയും ഉദ്യോഗസ്ഥന്മാരെയും സൈനിക നേതാക്കളെയും കൂട്ടി അവരെ സ്വീകരിക്കാൻ പുറപ്പെട്ടു. രാജകീയ ആഡംബരത്തോടെയാണ് അവരെ പട്ടണത്തിലേക്ക് ആനയിച്ചിരുന്നത്. അന്നൊരു ആഘോഷ ദിവസമായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമെല്ലാം ആ പ്രകടനം കാണാനായി ഒരുമിച്ചുകൂടിയിരുന്നു. രാഷ്ട്രത്തിൽ മുഴുവനും ആമോദ തിമിർപ്പായിരുന്നു അന്ന്. ورفع أبويه على العرش وخروا له سجدا وقال يا أبت هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد أحسن بي إذ أخرجني من السجن وجاء بكم من البدو من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم. പട്ടണത്തിൽ പ്രവേശിച്ച ശേഷം അദ്ദേഹം മാതാപിതാക്കളെ തനിക്കരികിൽ സിംഹാസനത്തിലിരുത്തി. എല്ലാവരും അദ്ദേഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തു. യൂസഫ് പറഞ്ഞു, പ്രിയ പിതാവേ, ഞാൻ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്ന ആ സ്വപ്നത്തിന്റെ പുലർച്ചയാകുന്നു ഇത്. എന്റെ റബ്ബ് അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. എന്നെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചതും എന്റെയും സഹോദരന്മാരുടെയും ഇടയിൽ പിശാച് ഭിന്നിപ്പുണ്ടാക്കിയ ശേഷം നിങ്ങളെ മരുഭൂമി താണ്ടി എന്റെ അടുക്കൽ അണച്ചതും അവൻ എനിക്ക് നൽകിയ ഔദാര്യമാകുന്നു. എന്റെ റബ്ബ് സൂക്ഷ്മവും സമർത്ഥവുമായ നടപടികളിലൂടെ അവന്റെ ഉദ്ദേശ്യം നടപ്പാക്കുന്നു എന്നതത്രേ സത്യം. നിസ്സംശയം അവൻ സർവജ്ഞനും യുക്തിമാനുമല്ലോ. ഇവിടെ സജദ എന്ന പദത്തെപ്പറ്റി പലരും തെറ്റിദ്ധാരണയിലകപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ അഭിവാദനം ചെയ്യുന്നതിനോ ആദരിക്കുന്നതിനോ വേണ്ടി രാജാക്കന്മാരുടെയും പീർമാരുടെയും മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് അനുവദനീയമാണെന്നതിന് പോലും ചിലർ ഇതിൽ തെളിവ് കണ്ടെത്തിയിരിക്കുന്നു. മറ്റു ചിലരാകട്ടെ ജനങ്ങളെ ഈ തിന്മയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി പ്രസ്തുത സംഭവം ഇങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. മുൻ ശരീഅത്തുകളിൽ അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തെന്ന നിലയിൽ സാഷ്ടാംഗം ചെയ്യുന്നതേ നിഷിദ്ധമായിരുന്നുള്ളൂ. ഇബാദത്തിന്റെ വിചാരമില്ലാത്ത മറ്റു സുജൂദുകൾ അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നതിന് വിരോധമുണ്ടായിരുന്നില്ല. മുഹമ്മദ് നബിയുടെ ശരീഅത്തിലാണ് ഏതു സുജൂദും അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നത് നിഷിദ്ധമാക്കിയത്. ഈ തെറ്റിദ്ധാരണകളെല്ലാം യഥാർത്ഥത്തിൽ സുജൂദ് എന്ന പദത്തിന് കൈയും തലയും കുനിച്ച് മുഖം ഭൂമിയിൽ വെക്കുക എന്ന ഇസ്ലാമിന്റെ സാങ്കേതികാർത്ഥം മാത്രം കൽപ്പിച്ചതുകൊണ്ട് ഉണ്ടായിത്തീർന്നതാണ്. യഥാർത്ഥത്തിൽ കുനിയുക എന്നത് മാത്രമാണ് സുജൂദിന്റെ മൗലികമായ അർത്ഥം. ഇവിടെ സുജൂദ് ഉപയോഗിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിലാണ്. നന്ദി പ്രകടിപ്പിക്കുക, സ്വാഗതം ചെയ്യുക, അഭിവാദ്യം ചെയ്യുക എന്നിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നെറ്റിയിൽ കൈവച്ച് മുന്നോട്ട് കുനിയുക എന്നത് പുരാതന സംസ്കാരങ്ങളിൽ സാധാരണ സമ്പ്രദായമായിരുന്നു. ഇന്നും ചില രാജ്യങ്ങളിൽ ഈ സമ്പ്രദായമുണ്ട്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ആദരവിനു വേണ്ടിയോ അഭിവാദ്യത്തിനു വേണ്ടിയോ അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുന്നത് മുൻ ശരീഅത്തുകളിൽ നിഷിദ്ധമായിരുന്നില്ല എന്ന് ചിലർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അടിസ്ഥാനരഹിതമാകുന്നു. ഇവിടെ സുജൂദ് കൊണ്ടുദ്ദേശിച്ചിരിക്കുന്നത് ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥമായിരുന്നുവെങ്കിൽ അത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുന്നത് ദൈവദത്തമായ ഒരു ശരീഅത്തിലും ഒരിക്കലും അനുവദിക്കപ്പെട്ടിരുന്നില്ല. ബൈബിളിൽ തന്നെ ഇതിനുദാഹരണം കാണാം. ബാബിലോണിന്റെ സുവർണകാലത്ത്
അസീരിയൻ രാജാവ് ഹാമാനെ തന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായി നിശ്ചയിച്ചു. രാജാവിന്റെ വാതിൽക്കലെ ഭൃത്യന്മാർ ഒക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. പക്ഷേ ഇസ്രായേലിയരുടെ ഔലിയാക്കളിൽപ്പെട്ട മൊർദെഖായി ഈ കൽപ്പന അനുസരിച്ചില്ല. തൽമൂദിൽ ഈ സംഭവം വിവരിക്കുന്നിടത്ത് നൽകിയ വിശദീകരണം പ്രത്യേകം വായിക്കേണ്ടതാണ്. രാജസേവകർ അവനോട് പറഞ്ഞു, നീ ഹാമാനെ സാഷ്ടാംഗം നമസ്കരിക്കാതിരുന്നതെന്ത്? ഞങ്ങളും മനുഷ്യർ തന്നെ, എന്നാൽ ഞങ്ങൾ രാജാവിന്റെ കൽപ്പന നടപ്പാക്കുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ അറിവില്ലാത്തവർ, മനുഷ്യൻ നശിക്കുന്നവൻ, നാളെ മണ്ണോട് ചേരുന്നവൻ. ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് വന്ന ഇന്നലെ കുട്ടിയാവുകയും ഇന്ന് യുവാവാവുകയും നാളെ വൃദ്ധനാവുകയും മറ്റന്നാൾ മരിച്ചു പോവുകയും ചെയ്യുന്ന അവന് ഞാൻ എങ്ങനെ സാഷ്ടാംഗം ചെയ്യും? ഞാൻ മുമ്പേ ഉള്ളവനും മരിക്കാത്തവനുമായ യഹോവയുടെ മുമ്പിലെ സാഷ്ടാംഗം ചെയ്യൂ. അവൻ ശക്തനും എന്നും ജീവനോടെ ഇരിക്കുന്നവനുമാകുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അവനാണ്. അവനാണ് രാജാവ്. അവനെ മാത്രമേ ഞാൻ വന്ദിക്കുകയുള്ളൂ, മറ്റാരെയും വന്ദിക്കില്ല. ഖുർആൻ അവതരിക്കുന്നതിന്റെ 1000 വർഷം മുമ്പ് വിശ്വാസിയായ ഒരു ഇസ്രായേലിയന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകളാണിത്. അല്ലാഹു അല്ലാത്തവർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ സാഷ്ടാംഗം ചെയ്യുന്നത് അനുവദനീയമാണോ എന്ന സംശയത്തിന് പോലും ഇതിൽ ഇടം നൽകിയിട്ടില്ല.